ഹലോ ഫ്രണ്ട്സ്, റിവ്യൂ റേഷനിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നോബഡിയുടെ ട്രെയിലർ, നമ്മുടെ പൃഥ്വിരാജിന്റെ നോബഡി ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബ് എടുത്തപ്പോഴാണ് അടുത്ത ട്രെയിലർ വന്നത്. നമ്മുടെ ധനുഷ് നായകനായ പുതിയ ഓം ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ അല്ല, ചെറിയൊരു ഗ്ലിംസ് പോലെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മമ്മൂട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, സായി പല്ലവി എന്ന് പറയുന്നത്, ശ്രീലീല ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സായി അഭയങ്കർ, നമ്മുടെ കറുപ്പിലെ മ്യൂസിക് ചെയ്ത പുള്ളി അതിലും മ്യൂസിക് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റ് ചെയ്യാണ്, കാരണം നോക്കാം എന്തായാലും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. അവരെല്ലാവരും പോലീസുകാരാണ് പിടിച്ചത്. ఎంతమంది? 5 మంది సార్. ഓ, രക്ഷാത്തനാണോ? ഞാൻ മ്യൂസിക്കാണോ? എന്റെ മ്യൂസിക്കലുമായി പുള്ളി തബലാണ് എന്താ സംഭവം ബിജിമൊക്കെ ഇപ്പൊ അപ്ലോഡ്. പാട്ടൊക്കെ പുള്ളി കേട്ടോ. ചാപ്റ്റർ 1 ഉദയം ദ ബ്ലഡ് ഫുഡ് 16/10/26 ഇൻ സിനിമാസ്. പിന്നെ മ്യൂസിക് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയുണ്ട് മ്യൂസിക് ഒക്കെ, നല്ല രസമുണ്ട്. കാരണം കറുപ്പിലെ നമ്മൾ BGM മ്യൂസിക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. എന്തായാലും പടം ഇനിയിപ്പോ ചെറിയ ഗ്ലിംസറോ വന്നിട്ടുള്ള ട്രെയിലറിൽ എന്തായാലും മമ്മൂട്ടിനെയൊക്കെ കാണിക്കായിരിക്കും. ബാക്കി ആൾക്കാരൊക്കെ പേരൊക്കെ കണ്ടു, സായി പല്ലവി, ശ്രീലീലൊക്കെ കാണിക്കുന്ന ട്രെയിലറിൽ പേര് കാണിച്ചിട്ടുണ്ട്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് നമ്മള്. കാരണം മമ്മൂട്ടിയുടെ ആണെങ്കിൽ ഇപ്പൊ അടുത്തന്നെ തമിഴ് കുറെ അടുത്ത നല്ലൊരു പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പൊ എന്തായാലും കാരണം കൊള്ളില്ലാന്നല്ല, നല്ലതല്ല, അങ്ങനത്തെ രീതിയിലുള്ള സിനിമകളൊക്കെ ഇപ്പൊ വരുന്നത് കുറെ മമ്മൂട്ടിയുടെ. അപ്പൊ എന്തായാലും ഇത് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് ധനുഷിന്റെ പടം ഞാൻ കണ്ട് കുറെ നാളെ തിയേറ്ററിലാണെങ്കിലും OTT വന്നിട്ടാണെങ്കിലും. അപ്പൊ എന്തായാലും സിനിമയുടെ ട്രെയിലർ എന്തായാലും പറ്റ അടിപൊളിയായിരിക്കും മിക്കവാറും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു കാണാം. എല്ലാവർക്കും ബൈ.